കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറിയം അവൾ കാലത്തിൻ്റെ അടയാളമാണ്. മറിയം അവൾ എൻ്റെ അമ്മയാണ്. മറിയം അവൾ നമ്മുടെ സ്വർഗീയ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകാ മറിയത്തോടൊപ്പം അവളുടെ പുത്രനായ ഈശോയോടൊപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ആ നിത്യ സൗഭാഗ്യം അനുഭവിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ഒരമ്മയുടെ മാതൃസ്നേഹത്താൽ നമ്മളെ പൊതിഞ്ഞ് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി അനുദിനം ഈ കാലഘട്ടത്തിൽ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം, അവൾ ഈ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ മറിയം കാലത്തിൻ്റെ അടയാളത്തിലൂടെ നമ്മൾ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കന്യകാ മറിയം ഈ ലോകത്തിന് ഇന്ന് എത്രമാത്രം വിലപ്പെട്ട ഒരു വ്യക്തിയാണെന്നും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിൽ എത്രമാത്രം അനുഗ്രഹപ്രദമാണ് എന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സത്യവിപ്രകാരമാണ്. പരിശുദ്ധ അമ്മ തിന്മയ്ക്കെതിരായി പിതാവായ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാത്താനെതിരായി നിലകൊള്ളുവാൻ പിതാവായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് തിന്മയുടെ സുഖങ്ങളിൽപ്പെട്ട് നാം വഞ്ചിതരാകാതെ നിത്യരക്ഷയുടെ ആ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. മെഡ്ജുഗറിയിൽ പരിശുദ്ധ അമ്മ 1981 ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടൽ, നിത്യത്തിലേക്കുള്ള നമ്മളെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ പ്രയത്നം ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മ നൽകുന്ന വിലപ്പെട്ട ഒരു സന്ദേശമാണ് സാത്താൻ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന സന്ദേശം. സാത്താൻ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവനെതിരായി നിലകൊള്ളുവാൻ നിനക്കും എനിക്കും സാധിക്കും പരിശുദ്ധ അമ്മയോട് കൂടെ എന്നുള്ള സന്ദേശമാണ് മെഡ്ജുഗറിയിൽ പരിശുദ്ധ അമ്മ നൽകുക. സാത്താൻ ലോകത്തെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം ഈ ലോകത്തെ അനുവദിച്ച് കയ്യും കെട്ടി മാറി നിൽക്കുകയല്ല എന്നും, തിന്മയുടെ ഗർവിനെ തകർക്കുവാൻ, സാത്താൻ്റെ അഹങ്കാരത്തെ തകർത്തുകൊണ്ട് ഈ ലോകം ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്
അവൻ്റെ മുൻപിൽ വിളിച്ചു പറയുവാൻ അല്പകാലം അവനെ ലോകത്തെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണെന്നും ഈ പരീക്ഷണ കാലഘട്ടത്തെ എപ്രകാരം ഞാനും നിങ്ങളും അതിജീവിക്കണമെന്നും മെജ്ജുഗരിയിലൂടെ പരിശുദ്ധ കന്യകാമറിയം വ്യക്തമായി സംസാരിക്കുന്നു. 5 കാര്യങ്ങളാണ് തിന്മയുടെ ഈ പരീക്ഷണ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഈ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുമെന്നും തിന്മയെ ഭയക്കാതെ ധൈര്യപൂർവ്വം അതിനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവവിശ്വാസത്തിലും ആഴമുള്ള വിശുദ്ധ ജീവിതത്തിലും അഭിമുഖീകരിച്ച് ധൈര്യമായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തിന്മയെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നൽകുന്ന 5 ഉപാധികൾ അമ്മ താരതമ്യപ്പെടുത്തുന്നത് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ തിരഞ്ഞെടുത്ത 5 കല്ലുകളോടാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും യുദ്ധവുമൊക്കെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. രാക്ഷസനായ ഈ ഗോലിയാത്തിനെ, അവൻ്റെ അഹങ്കാരത്തെ, അവൻ്റെ ഗർവിനെ തകർക്കുവാൻ ഇസ്രായേലിൽ ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ദാവീദ് ഒരു ആട്ടിടയനായി രംഗപ്രവേശനം ചെയ്യുകയാണ്. രാജാവിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, സൈന്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഗോലിയാത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ആരും ഇസ്രായേൽ തയ്യാറാകാത്ത ഒരു കാലഘട്ടം. ആ ഭയാനകമായ ആ പരാജയപ്പെടുന്ന ആ ഒരു നിമിഷത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരാട്ടിടയനായ ഈ ദാവീദിനെ പരിശുദ്ധാത്മാവ് ഉണർത്തുകയാണ്. ഈ ദാവീദിനെ പരിശുദ്ധാത്മാവ് ഉണർത്തി. അവൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ സമീപിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ്, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഗോലിയാത്തിനെതിരെ ദാവീദ് ഇതാ ഇറങ്ങി പുറപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവന് നൽകിയ പ്രേരണ 5 കല്ലുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിന് 40-ാം തിരുലിഖിതം നമുക്കത് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദാവീദ് 5 കല്ലുകൾ തിരഞ്ഞെടുക്കുന്നു. ചവണയെടുത്ത് ചവണയിൽ ഈ കല്ല് വെച്ച് ഗോലിയാത്തിൻ്റെ ശിരസിന് നേരെ എയ്ത് ഗോലിയാത്തിനെ തകർക്കുന്ന ദാവീദ് ഇന്ന് നമുക്കൊക്കെ തിന്മയെ തകർക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതീകം കൂടിയാണ്. പരിശുദ്ധ അമ്മ ദാവീദിൻ്റെ 5 കല്ലുകളോട് ഉപമിച്ചുകൊണ്ട്, താരതമ്യപ്പെടുത്തിക്കൊണ്ട് നൽകിയിരിക്കുന്ന 5 ഉപാധികളിൽ സാത്താൻ്റെ തല തകർക്കുന്ന 1-ാമത്തെ ഉപാധിയാണ് വിശുദ്ധ കുർബാന. യോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണവും ഏറ്റവും ഭക്തിയോടും യോഗ്യതയോടും കൂടിയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും പരിശുദ്ധ അമ്മ മെജ്ജൂറിയിൽ നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയെ എത്രമാത്രം ഗൗരവമായി നമ്മൾ എടുക്കണം എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂറിയിൽ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന എന്നുള്ളത് ഒരു സാധാരണ സംഭവമല്ല എന്നും വിശുദ്ധ കുർബാന സാത്താൻ്റെ തല തകർക്കുന്ന, അവൻ്റെ സാമ്രാജ്യങ്ങൾ തകർക്കുന്ന നിമിഷമാണ് എന്നും പരിശുദ്ധ അമ്മ മെജ്ജൂറിയിൽ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇപ്രകാരം ആവശ്യപ്പെടുന്നു, നമ്മളെല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം.
വിശുദ്ധ കുർബാനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. വിശുദ്ധ കുർബാനയിൽ ചൊരിയപ്പെടുന്ന യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ പൊതിയണം. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്കും സ്വീകരിക്കണം. അങ്ങനെ ഞാനും നിങ്ങളും ഈശോയും വിശുദ്ധ കുർബാനയിൽ ഒന്നായി മാറണം. അങ്ങനെ ഈശോയെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഈശോ നമ്മളെയും സ്വന്തമാക്കുമെന്നും, ഈശോ നമ്മളെ സ്വന്തമാക്കിയാൽ പിന്നെ ഒരു തിന്മയ്ക്കും നമ്മളെ സ്വാധീനിക്കുവാൻ സാധിക്കുകയില്ല എന്നും പരിശുദ്ധ അമ്മ മെജ്ജുഗറിയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. യോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും ഏറ്റവും ഭയഭക്തിയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണവും സാധിക്കുമ്പോഴെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധനയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണമെന്ന് പരിശുദ്ധ കന്യകാമറിയം മെജ്ജുഗറിയിൽ ആവശ്യപ്പെടുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് അനേകം അൽമായര്, വൈദികര്, സന്യസ്തരൊക്കെ ദിവ്യകാരുണ്യ ആരാധന വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പെർപെച്വൽ അഡോറേഷൻ, നിത്യാരാധന ചാപ്പലുകൾ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. രാവും പകലും ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി തിന്മയെ തകർക്കുന്ന ദൈവാനുഭവത്തിലേക്ക് ലോകം ഇന്ന് നീങ്ങിക്കഴിഞ്ഞു. സാത്താൻ്റെ തല തകർക്കുന്ന പരിശുദ്ധിയമ്മ മെജ്ജുഗറിയിൽ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ആയുധമാണ് വിശുദ്ധ കുർബാന. ഇനി മെജ്ജുഗറിയിൽ പരിശുദ്ധിയമ്മ തിന്മയെ തകർക്കുവാൻ നൽകിയ രണ്ടാമത്തെ ആയുധമാണ് വിശുദ്ധ കുംഭസാരം. അനുതാപത്തോടെയുള്ള വിശുദ്ധ കുംഭസാരം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ തിരുസഭയുടെ കൽപ്പനകളിൽ ആണ്ടിലൊരിക്കലെങ്കിലും കുംഭസാരിക്കണം, പെസഹാക്കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് നമ്മൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധി അമ്മ പറയുന്നു, ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ആ ആണ്ടിലൊരിക്കലായി നമ്മുടെ കുംഭസാരം ചുരുക്കരുത്. മാസത്തിലൊരിക്കലെങ്കിലും കുംഭസാരിക്കണമെന്ന് മെജ്ജുഗറിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. കാരണം സാത്താൻ്റെ സ്വാധീനം നമുക്ക് ചുറ്റും വളരെ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് തിന്മയുടെ ചില കിരണങ്ങളൊക്കെ കടന്നു വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് എപ്പോൾ പാപത്തിൻ്റെ കറകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുവോ ആ നിമിഷങ്ങളിൽ തന്നെ എത്രയും വേഗം കുംഭസാരം എന്ന കൂദാശയിൽ അനുതാപത്തോടു കൂടി അതെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും പുണ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ സാത്താൻ പതുക്കെ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് പരാജയപ്പെടുത്തുമെന്ന് മെജ്ജുഗറിയിൽ പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു. ഒന്നാമത്തെ ആയുധം വിശുദ്ധ കുർബാന. സാത്താൻ്റെ തല തകർക്കുവാൻ പരിശുദ്ധി അമ്മ നൽകിയ രണ്ടാമത്തെ ആയുധം കുംഭസാരം എന്ന കൂദാശ. ഇനി പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ആയുധമാണ് ഭക്തിപൂർവമുള്ള തിരുവചന വായന. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നു. നമ്മൾ വചനം വായിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവവചനം വായിക്കും തോറും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ വചനം അടയ്ക്കുന്നതിന് മുൻപ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഞാൻ വായിച്ച വചനഭാഗങ്ങൾ എൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ എന്ന്. ലത്തീൻ റീത്തിൽ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സുവിശേഷ വായന കഴിഞ്ഞ് വൈദികർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. സുവിശേഷ വചനങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾ
നീക്കം ചെയ്യുവാനുള്ള കൃപയുണ്ട്. സുവിശേഷ വചനങ്ങൾക്ക്, തിരുവചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞു വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം വചനം വായിക്കാമോ, കണ്ണുകൊണ്ട് അത്രമാത്രം വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി നമ്മുടെ നയനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് വചനത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. തിരുസഭ അരമണിക്കൂർ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ വചനം വായിക്കുന്നവർക്ക് ദണ്ഡവിമോചനം നൽകുന്നുണ്ട്. നമുക്കറിയാം, ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷ, പരിണിതഫലം എടുത്തു മാറ്റപ്പെടുന്ന നിമിഷമാണ്. അരമണിക്കൂർ നേരം ബൈബിൾ വായിച്ച് ചുമ്മാ അലസതയോടെ വായിക്കുന്നതല്ല, ഏറ്റവും തീക്ഷ്ണതയോടും ഭക്തിയോടും ദാഹത്തോടും കൂടെ ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അരമണിക്കൂർ നേരം വചനം വായിക്കുന്നവർക്ക് ദണ്ഡവിമോചനം സഭ കൽപ്പിച്ചരുളുന്നു. എത്രമാത്രം വചനം വായിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ അത് അനുഗ്രഹമായി മാറും. സഹോദരങ്ങൾ, നമ്മൾ പലതും വായിക്കാറുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറുമായിരിക്കരുത്, നിത്യരക്ഷയ്ക്ക് നിങ്ങളെ ഒരുക്കുന്ന ആത്മീയ പുസ്തകങ്ങളായിരിക്കണം നിങ്ങൾ വായിക്കുന്നതെന്ന്. അത് നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. അതിലും വലിയ ഒരു പുസ്തകമില്ല നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ സാത്താൻ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയം മെജ്ജുഗരിയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. സാത്താൻ്റെ ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ തല തകർത്തുകൊണ്ട് അവനെ അതിജീവിച്ച് വിശ്വാസത്തോടെ ഈശോയുടെ കയറങ്ങളിൽ പിടിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നൽകിയ ഒന്നാമത്തെ ആയുധം വിശുദ്ധ കുർബാന, രണ്ടാമത്തെ ആയുധം വിശുദ്ധ കുമ്പസാരം, മൂന്നാമത്തെ ആയുധം വിശുദ്ധ വചനം, തിരുവചനം. ഇനി നാലാമത്തെ ആയുധമാണ് പരിശുദ്ധ ജപമാല. ജപമാലയുടെ ശക്തി നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ ആവർത്തിച്ച് നമ്മുടെ ആവശ്യപ്പെടുക, മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല മാറ്റിവെക്കരുത്, ജപമാല അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. 1-2 ജപമാല ചൊല്ലി നിങ്ങൾ തൃപ്തരാകരുത്. എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാല ചൊല്ലണം. കാരണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു ജപമാല പ്രാർത്ഥന എന്താണെന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന് ഈശോയുടെ ജീവിതത്തെ ധ്യാനിക്കുകയാണ് പരിശുദ്ധ ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ ജീവിതത്തെ ധ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ കോട്ടകൾക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുകയാണ് എന്ന്. ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണെന്ന് വിശുദ്ധർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജപമാല പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ രഹസ്യത്തിലും നമ്മളൊരു നിയോഗം സമർപ്പിക്കണം. ആ നിയോഗത്തിൽ പ്രത്യേകമായ ദൈവീക ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ജപമാല ഭക്തരായ വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുതന്നെ പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നു. മക്കളെ, ജപമാല കൂടെ ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിച്ച് സാത്താനെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി 5ാമത്തെ കല്ല്, ദാവീദ് ഗോലിയാത്തിനെ തകർക്കുവാൻ 5 കല്ലുകൾ ഏറ്റെടുത്തു. പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർക്കുവാൻ മെജ്ജുഗരിയിൽ
നമുക്ക് നൽകിയ 5 കല്ലുകൾ: 1 വിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുമ്പസാരം, 3 തിരുവചനം, 4 പരിശുദ്ധ ജപമാല, 5 ഉപവാസം. മെഡ്ജുഗൊരിയിൽ പരിശുദ്ധയമ്മ ഒരു പ്രത്യേകമായ ഉപവാസ രീതി പഠിപ്പിച്ചു. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുവാൻ പരിശുദ്ധയമ്മ ആവശ്യപ്പെട്ടു. അത് മെഡ്ജുഗൊരി ഫാസ്റ്റിംഗ്. ഇനി വ്യത്യസ്തമായ ഉപവാസ രീതികൾ സഭയിലുണ്ട്. ഫാസ്റ്റിംഗ് ആൻഡ് ആബ്സ്റ്റിനൻസ്. നമ്മുടെ നോമ്പുകാലത്ത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, നമ്മൾ നോമ്പുകാലത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപവസിക്കുവാൻ പരിശ്രമിച്ചിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പല ക്രൈസ്തവരുടെ ജീവിതത്തിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യമുണ്ട്. പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിൽ വളരെ ശക്തമായ സന്ദേശം നൽകുന്നു. ഉപവാസ പ്രാർത്ഥന തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നും, സാത്താൻ്റെ തല തകർക്കുവാൻ നമ്മൾ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന അത് അത്യാവശ്യമാണ് എന്നും പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിലൂടെ സംസാരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഗോലിയാത്തിൻ്റെ തല തകർത്ത ആട്ടിടയനായ ദാവീദ് ഏറ്റെടുത്ത 5 കല്ലുകളോട് പരിശുദ്ധ അമ്മ താരതമ്യപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ തല തകർക്കുവാൻ നൽകിയിരിക്കുന്ന ഈ 5 ആത്മീയ ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി സാത്താൻ്റെ കോട്ടകൾ തകർത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുദ്ധം ചെയ്ത് വിജയം വരിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെഡ്ജുഗൊരിയിൽ ഏതാണ്ട് 40 വർഷത്തോളം കാലം പ്രത്യക്ഷപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെ ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.